നീ ഫോണിൽ കൂടെ പറഞ്ഞതെല്ലാം സത്യമാണോ? എന്റെ മേഴ്സി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നു. ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശം ഉണ്ടാകാൻ പോകുന്നു. വണ്ടർഫുൾ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാണ്. അൺഫോർഗറ്റബിൾ ഡേ. എത്ര ദിവസം കൂടിയാണ് രവിയേട്ടനൊന്ന് ചിരിച്ചു കാണുന്നത്. ഞാൻ എത്ര പ്രാർത്ഥിച്ചു. സന്തോഷത്തിനിടയ്ക്ക് ഒരു പ്രധാന കാര്യം ചോദിക്കാൻ മറന്നു. ആരാ കൊച്ചിന്റെ തന്ത? മനസ്സിലായില്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. പ്ലീസ്, അവരൊന്നും വേണ്ട. നീ ഒരു വലിയ നടിയാണെന്നൊക്കെ എനിക്കറിയാം. ഇത്രയൊക്കെ പറയാമെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ എന്താ? ഒന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ സേക്ക്. അറിയാൻ വയ്യെങ്കിൽ അതും പറയണം. എന്തൊക്കെയാ പറയുന്നത്? എനിക്കാകെ പേടിയാവുന്നു. കണ്ണീരും സെന്റിമെന്റ്സും ഒന്നും വേണ്ട. ഏതായാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് അവസാനിക്കുകയാണ്. ആ സ്ഥിതിക്ക് നല്ല സുഹൃത്തുക്കളെ പോലെ നമുക്ക് പിരിയാം. പിന്നെ കുറെ കാലം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചതാണല്ലോ. ആ അവകാശം വെച്ചുകൊണ്ട് ചോദിച്ചോളൂ, ഞാൻ എന്ത് തരണം? വലിയ തുകയൊന്നും ചോദിച്ചു കളയരുത്. 2-3 മാസമേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം. ആലോചിക്കാൻ സമയം വേണം അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാം. അപ്പോൾ എന്തെങ്കിലും തീരുമാനിച്ചിരിക്കണം. പിന്നൊരു കാര്യം, പറഞ്ഞ തുക ഞാൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഓക്കെ? ആ രാത്രി തന്നെ കണ്ണീരോടെ മേഴ്സി രവിയുടെ വീട് വിട്ടിറങ്ങി. അതേ നഗരത്തിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരി ഗർഭിണിയായി അവൾക്ക് അഭയം നൽകി. തന്റെ രവിയേട്ടന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിൽ മേഴ്സി ഓരോ ദിവസവും തള്ളി നീക്കി. ഇതിനിടെ രവിവർമ്മ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു. മേഴ്സിക്ക് മറ്റു പലരുമായി അവിഹിത ബന്ധമുണ്ടെന്നും അവളുടെ ഗർഭത്തിലുള്ള കുഞ്ഞ് തന്റേതല്ലെന്നും കോടതിയിൽ വാദിച്ചു. രവിയെ കുറ്റപ്പെടുത്തിയ ഒരു അക്ഷരം പോലും മേഴ്സി കോടതിയിൽ പറഞ്ഞില്ല. വിവാഹമോചനം അനുവദിച്ചെങ്കിലും കോടതി മേഴ്സിയോട് കരുണ കാണിച്ചു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മറ്റൊരു ജോലി കിട്ടും വരെ മേഴ്സിക്കും രവിവർമ്മ ചെലവിന് കൊടുക്കണമെന്ന് വിധിയുണ്ടായി. രവിവർമ്മയ്ക്കും മേഴ്സിക്കും വിവാഹ ജീവിതം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നതിനാൽ വിവാഹമോചനം അനുവദിച്ചുകൊള്ളുന്നു. ഗർഭിണിയായ മേഴ്സിക്ക് പ്രസവ ചിലവുകളും ജനിക്കുന്ന കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ജീവനാംശവും 1-ാം കക്ഷി രവിവർമ്മ മാസം തോറും നൽകേണ്ടതാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചെലവിനുള്ള പണം മാസം തോറും തരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരുമിച്ച് തരാമെന്ന് കരുതി. വിരോധമില്ലല്ലോ? ഒന്നും ചെയ്യരുത്. സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രവിവർമ്മ പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. നിസ്സഹായ ഒരു സ്ത്രീയെ, അതും ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റിന്റെ വിധിയുണ്ടായി.
തൂക്കുമരവും രവിവർമ്മയും തമ്മിലുള്ള അകലം ഇനി കേവലം 10 ദിവസങ്ങൾ മാത്രം. തൂക്കുമരം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ഫീച്ചറിനെ അഭിനന്ദിച്ചുള്ള കത്തുകളാണ് ഈ കിടക്കുന്നത്. ഇതിൽ പലർക്കും ഇഷ്ടപ്പെട്ടത് രവിവർമ്മയുടെ കഥയാണ്. സത്യം പറഞ്ഞാൽ എ വെരി വെൽ റിട്ടൺ ഫീച്ചർ. മിസ് ശശികല വർഗീസിനെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. ഇരിക്കൂ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാ ആഴ്ചയിലും നമ്മളിങ്ങനെ എഡിറ്റേഴ്സ് കോൺഫറൻസ് കൂടുന്നത് പരസ്പരം അഭിനന്ദിക്കാനും പുകഴ്ത്താനും വേണ്ടി മാത്രമല്ല. ശക്തമായ വിമർശനം വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ പത്രത്തിന്റെ നിലവാരം ഉയരുകയുള്ളൂ. ഈ കിടക്കുന്ന കത്തുകളിലെ അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും അതിന്റെ മുഖവിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പലരും അവരുടെ പേര് പത്രത്തിൽ അച്ചടിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ കത്ത് അങ്ങനെ ഇങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഡിയർ മിസ്റ്റർ എഡിറ്റർ, തൂക്കുമരം കാത്തുകിടക്കുന്ന കുറ്റവാളികൾ എന്ന ലേഖന പരമ്പര വായിച്ചു. പ്രത്യേകിച്ച് മേഴ്സി കൊലക്കേസിനെ കുറിച്ച്. എല്ലാവർക്കും പറ്റിയ തെറ്റ് അത് എഴുതിയ പെൺകുട്ടിക്കും പറ്റി. ഒരു പ്രധാന കഥാപാത്രത്തെ വിട്ടുപോയി, വില്ലൻ. ഏതോ മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു നോവലിന്റെയോ കഥയുടെയോ സ്വഭാവമാണ് ആ ലേഖനത്തിന്. ആ ലേഖനം എഴുതിയ പെൺകുട്ടിയെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഒരു പക്ഷേ ഈ കത്ത് അവിടെ കിട്ടുമ്പോഴേക്കും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല എന്ന് രവിവർമ്മ, സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം. എന്തൊക്കെയായാലും രവിവർമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. നാളെ വെളുപ്പിന് 4 മണിക്കല്ലേ അയാളെ kg. What? 180 centimeters. I think I'm perfectly fit for hanging. ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ. അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ മീൻ നല്ല ഫുഡോ ഡ്രിങ്ക്സോ എന്തെങ്കിലും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ കിട്ടിയാൽ കൊള്ളാം. വിൽപത്രം എഴുതാൻ. മുറിയിലെത്തിക്കാം, പോരെ? മതി. സർ, രവിവർമ്മ മുറിയിൽ ബോധം കെട്ടു. എപ്പോ? ജസ്റ്റ് നൗ. ഞാൻ നോക്കിയിട്ടാണ് വരുന്നത്. എന്ത് സംഭവിച്ചതാ? ഐ ഡൗട്ട് എ സെറിബ്രൽ ഹെമറേജ്. My God. ലെഫ്റ്റ് സൈഡ് പാരലൈസ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ, ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം. Then quick. ഹലോ. ശശി, ഇത് ഞാനാണ്, ഇബ്രഹാം. എന്താ സർ വിശേഷം? ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. ആ രവിവർമ്മ തടവ് ചാടി. വൈകിട്ട് അയാൾ എന്തോ രോഗം അഭിനയിച്ച് മുറിയിൽ ബോധം കെട്ടു വീണു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് അയാളുടെ പിന്നാലെ തന്നെ ഉണ്ട്. മിക്കവാറും നേരം വെക്കുന്നതിന് മുമ്പ് അയാളെ പിടിക്കും. പിന്നെ അസമത്ത് ആരെങ്കിലും വന്ന് മുറിയിൽ തട്ടുവോ മുട്ടുവോ ചെയ്താൽ തുറക്കണ്ട. അയാൾ എന്തിന് ഇവിടെ വരണം? വരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശശിയാണല്ലോ അയാളെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഇനി അതിന്റെ വിരോധം മറ്റോ അയാൾക്കുണ്ടെങ്കിലോ?
ഞാനൊരു സംശയം പറയുന്നേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. ആരാ ശശി? ചീഫ് എഡിറ്റർ. എന്താ ഈ അസമയത്ത്? എന്താ ശശി, എന്തു പറ്റി? രവിവർമ്മ തടവ് ചാടി. എപ്പോൾ? ഇന്ന് രാത്രി. നാളെ വെളുപ്പിനില്ലേ രവിയെ? ആരെങ്കിലും വന്ന് വിളിച്ചാൽ വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങ് ആരും വരില്ല. നീ കിടന്നുറങ്ങാൻ നോക്ക്. പോയി നോക്കാം. അയ്യോ വേണ്ട സുമേ, കുഴപ്പമില്ല. കഥ ഓർക്കാതിരുന്നാ മതി. ആരാണെന്ന് ചോദിച്ചത്? പോലീസാ? എന്താ ഇൻസ്പെക്ടർ? രവിവർമ്മ എന്നൊരു തടവ് പുള്ളി ജയിൽ ചാടി. ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അയാളെ കാണുന്നില്ല. അകത്ത് ശബ്ദമൊന്നും കേട്ടില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾ കഥ കടച്ചു കിടന്നോളൂ. സുമേ, ബുദ്ധിമുട്ടുന്നത്? അത് ഈ മനുഷ്യന് വേണ്ടി? ഒരു കൊലപാതകം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇയാളെ... ശശി, മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തേണ്ടത് ഒരു ഡോക്ടറുടെ ചുമതലയാണ്. എല്ലാം അറിയാവുന്ന നിനക്കെന്താണ് ഇയാളോട് ഇത്ര സഹതാപം?
അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞല്ലോ, ഇനി പോലീസിൽ അറിയിക്കാം. ഇയാൾക്ക് ബോധം തെളിയുന്നതിന് മുൻപ് സുമി, നിനക്ക് ഭ്രാന്താണ്. ഇയാൾക്ക് ബോധം വന്നാൽ നമ്മളെ രണ്ടുപേരും ഇയാൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല. രവിക്ക് ഇപ്പോഴൊന്നും ബോധം വീഴില്ല. പൾസ് തീരെ വീക്കാണ്. രക്തം കുറെ ഏറെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, പോലീസ് വരട്ടെ, അവര് കൊണ്ടുപോയി ചികിത്സിച്ചോളും. ശശി, ഹലോ, പോലീസ് സ്റ്റേഷൻ. രവിയുടെ പോക്കറ്റിൽ കിടന്ന മുദ്രക്കടലാസായത്. എന്താ ഇതില്? ഞാൻ വായിക്കാം. തെക്കങ്കൂർ കോവിലകത്ത് രവി എന്ന് വിളിക്കപ്പെടുന്ന KV രവിവർമ്മ എഴുതുന്ന വിൽപത്രം. സുപ്രീം കോടതി വിധി പ്രകാരം ഈ വരുന്ന 14-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഞാൻ എന്റെ സർവ്വ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും കൊല്ലപ്പെട്ട എന്റെ ഭാര്യ മേഴ്സിയുടെ ഇളയ സഹോദരിയായ ശശികല വർഗീസിനും സഹോദരനും മൈനറുമായ ജോയ് വർഗീസിനും ഇതിനാൽ നൽകിക്കൊള്ളുന്നു. സ്വത്തുക്കളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. രവിവർമ്മ. ശശി, ഹി സ്റ്റിൽ ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രിപ്പ് ആംബുലൻസ് എടുത്തിട്ട് വരാം. സുമി, ഞാൻ ശശി പ്ലീസ് പറയുന്ന കേൾക്കൂ.